ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മീൻ കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ ചാള, അയില അങ്ങനെയുള്ള മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കി അരപ്പ് ഒക്കെ കായം കൂട്ടി അടുപ്പത്ത് വെച്ച് തിളച്ച് വരുമ്പോൾ മീൻ സാധാരണ വൃത്തിയാക്കി കഴുകി അതിൽ ഇട്ട് കൊടുക്കാറാണ് പതിവ് തിളച്ച് വരുമ്പോൾ. അപ്പോൾ ഇത് അതുപോലെയല്ല. ഇത് നമുക്കൊന്ന് കായം തേച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ആ ചട്ടിയിൽ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് അങ്ങനെയാണ് ഈ കറി വെക്കുന്നത്. കറി തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ മുളക് ഇട്ട പോലത്തെ കറിയാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനായി നമുക്ക് ഈ മീനൊന്ന് കായം പുരട്ടണം. ഇത് വാളയാണ് കേട്ടോ മീൻ. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് കായം പുരട്ടിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല 1/4 ടീസ്പൂൺ, കാശ്മീർ മുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് അത് ആവശ്യത്തിന്, ഇനി ആവശ്യത്തിന് തരി സുറുക്ക കുടഞ്ഞു കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമ്മളിതിൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ബാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എല്ലാം നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന് മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനൊക്കെ വെളിച്ചെണ്ണ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. നന്നായി വേവണല്ലോ. ഇനി നമുക്കിത് വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇടുന്നുണ്ട്. ഇനി 3 ഇല്ലി വേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1.5 സബോള അരിഞ്ഞതാണിത്, ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നമ്മളിതിലൊരു ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളിയാണ്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ടീസ്പൂൺ കൊണ്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 4-5 ചീനമുളകാണ്. അതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ കഷ്ണവുമുണ്ട്. അതൊരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. ഇവിടെ ചീനമുളക് ഉള്ളത് കൊണ്ട് ഞാൻ അത് ഇടുന്നു. ഇല്ലാത്തവർക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന മുളക് ഉപയോഗിക്കാം. ഇനി സാദാ മുളക് പൊടി 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി,
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കൊടംപുളി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൺചട്ടിയിൽ വെച്ചിട്ട് മസാല ഒന്ന് വേവാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ഇത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പാകത്തിന് കൊടംപുളി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ, എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടംപുളിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോൾ ഉപ്പ് ഇച്ചിരി കമ്മിയായി. അപ്പോൾ അത് ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റാവും. ഇനി നമുക്കിതൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് വറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിൽ മീനിട്ട് കൊടുക്കാം. ഫ്രൈ ആക്കി എടുത്ത മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇടാം. പിന്നെ ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെയാണിത് കേട്ടോ. ഇനി ഫ്രൈ ചെയ്തെടുത്ത മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ലൈക്കും ഒക്കെ തരാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ സബ്ബും ലൈക്കും കമൻറ്റും ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. ഇനി നമുക്ക് ഈ കറി ഒന്ന് നന്നായി വറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിന് മേലെ ലേശം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.